ഹായ് ഓൾ. PSC നടത്തി വരാറുള്ള ഒട്ടുമിക്ക പരീക്ഷകളിലും സൈലന്റ് വാലിയെക്കുറിച്ച് ഒരു ചോദ്യമെങ്കിലും കാണാറുണ്ട്. സൈലന്റ് വാലിയെ പറ്റി PSC ആവർത്തിച്ച് ചോദിക്കാറുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പരീക്ഷയ്ക്ക് 1 മാർക്ക് ഈ വീഡിയോ വഴി നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര. സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക കന്യാവനമെന്നും കേരളത്തിലെ നിത്യഹരിത വനമെന്നും അറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ്. കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സൈലന്റ് വാലി എന്ന പേര് വരാൻ കാരണം ചീവീടുകൾ ഇല്ലാത്തതിനാലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക സിലനസ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യം മൂലമാണ്. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം കുലിനിയ എക്സാറിലാറ്റ എന്നാണ്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് വൈറ്റ് ആണ്. സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. മഹാഭാരതത്തിൽ സൈരന്ധ്രി വനം എന്ന് പരാമർശിക്കപ്പെട്ടത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയിൽ ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് 1914 സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 1984. ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ദേശീയോദ്യാനമായി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. PSC എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട്. സൈലന്റ് വാലിയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2009.